കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello learners, welcome to LearnWise. Welcome to today's PYQA analysis section for MMBC 005. ഈ ഒരു സബ്ജക്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോർകാസ്റ്റിംഗ്, കോറിലേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ആ ഒരു സബ്ജക്ട് നോക്കുമല്ലാണ്ട് ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആ സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, ഹൈ ഈൽഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ 2 പ്രാക്ടീസ് സെറ്റുകളും എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് എന്നുള്ള ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഇതൊരു തിയറി ഓൺലി സബ്ജക്റ്റ് അല്ല. ന്യൂമറിക്കൽ പ്രാക്ടീസ് ഇതിൽ മസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പേടി വേണ്ട കാര്യമില്ല. പക്ഷെ ഫോർമുലാസ്, സ്റ്റെപ്സ്, അതേപോലെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, കറക്റ്റ് ആയിരിക്കണം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അസൈൻമെന്റ്സും ആ ഒരു പാറ്റേണും എല്ലാം ബേസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ ലേണേഴ്സ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഫുൾ സിലബസ് നോക്കിയിട്ട് നമ്മൾ പാനിക് ആവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എങ്ങനെ ഇത് ഫുൾ പഠിച്ചു തീർക്കുക എന്നുള്ളത് അവര് പാനിക് ആവാവുന്ന കേസ് വളരെ കൂടുതലാണ്. ഇപ്പൊ എക്സാം പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് സിലബസ് കവർ ചെയ്ത് വെറുതെ അങ്ങനെ പഠിച്ചു പോവാതെ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ഹൈ ഈൽഡ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ തരും. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പാനിക് ആവേണ്ട കാര്യമില്ല. ആയിട്ടൊരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല മാർക്കോടെ നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു യൂസ് ദിസ് ടെക്സ്റ്റ്. ഇപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളിപ്പോ ഓരോരുത്തരുടെയും പ്രിപ്പറേഷൻ ലെവൽ, ഇപ്പോഴത്തെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരും ഒരേ രീതിക്ക് ആയിരിക്കില്ല ഇപ്പൊ പഠിച്ചെത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ 3 പ്രിപ്പറേഷൻ പാർട്സ് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കറന്റ് ലെവൽ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പറ്റുന്ന പാത്ത് ചൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ 30 days. അതായത് എല്ലാവർക്കും സെയിം പ്രിപ്പറേഷൻ പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ടൈം എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതില് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജസ്റ്റ് ഒരു 1 വീക്ക് കൊണ്ടൊന്നും ഫുള്ളായിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന് പകരം നമ്മളപ്പോ കുറച്ച് ദിവസം കയ്യിലുള്ളൂ വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എക്സാമിൻ 30 days. അതായത് നിങ്ങളുടെ കയ്യിൽ എക്സാമിന് മുന്നേ ആയിട്ട് ഒരു 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 7 ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആണ്. അതായത് യൂണിറ്റ് 3 സെൻട്രൽ ടെൻഡൻസി, യൂണിറ്റ് 4 വേരിയേഷൻ ആൻഡ് സ്ക്യൂനസ്, Unit 6 binomial distribution, Unit 7 normal and exponential distribution, Unit 9 sampling methods, Unit 11 hypothesis testing, Unit 14 correlation. ഈ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു യൂണിറ്റ് അറൌണ്ട് 70% പേപ്പർ കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള യൂണിറ്റുകളാണ്. അപ്പൊ ഇതിൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് വീക്ക് വൈസ് നോക്കേണ്ടതെന്ന് വെച്ചാൽ വീക്ക് 1
സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയേഷൻ, അതിൽ മെയിൻ, മീഡിയൻ, ക്വാർട്ടൈൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ദെൻ വീക്ക് 2ലേക്ക് വരുമ്പോൾ ബൈനോമിയൽ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ കോയിൻ ടോസ്, ഡിഫക്റ്റീവ് ഐറ്റംസ്, ബാറ്ററി ലൈഫ്, ബൾബ് ലൈഫ്, അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നൗ വീക്ക് 3ലേക്ക് വരുന്ന സമയത്ത് സാമ്പിളിംഗ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതിൽ സാമ്പിളിംഗ് തിയറി മാർക്സ് കുറച്ചും കൂടി ഈസിയാണ്, കാരണം മോസ്റ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് ആണ് അതിൽ വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പിളിംഗ് തിയറി നോക്കുക. ദെൻ വീക്ക് 4ലേക്ക് വരുമ്പോൾ കോറിലേഷൻ പ്ലസ് ഫുൾ പ്രാക്ടീസ് സെറ്റുകൾ, ആ 2 പ്രാക്ടീസ് സെറ്റ് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യണം. ദെൻ കാൽപിയേഴ്സൺ ആൻഡ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കമ്പൽസറി പോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ്. നൗ പാർട്ട് 2 ആൻഡ് പാർട്ട് 3. പാർട്ട് 2 എന്ന് പറയുമ്പോൾ എക്സാമിൻ 15 ഡേയ്സ്, അപ്പൊ 15 ദിവസമാണ് നമുക്ക് എക്സാമിന് മുന്നേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് യൂണിറ്റ് 14, യൂണിറ്റ് 3, യൂണിറ്റ് 7, 6, 11 ഈ യൂണിറ്റ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള നോളേജ് അല്ല, എക്സാമിന് എങ്ങനെ സ്കോർ ചെയ്തിട്ട് ഇതായി പോവാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. നൗ പാർട്ട് 3 എക്സാമിൻ 7 ഡേയ്സ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി മോഡാണ്. ഇതിൽ നമ്മൾ ഞാൻ എല്ലാം പഠിക്കും എന്നുള്ള മട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം കൂടുതലായിട്ട് നോക്കാം. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കോറിലേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സെൻട്രൽ ടെൻഡൻസി, അതേപോലെ ഷോർട്ട് നോട്ട്സ് ഏരിയ. ഈ 3-4 ഏരിയാസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ മിനിമം പാസ് പ്ലസ് ഒരു ഡീസന്റ് സ്കോർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്കോറിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം റിപ്പീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇപ്പോൾ ഒരു 9-10 പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും കാണുന്ന ടോപ്പിക്കാണ് ഈ 4 എന്ന് പറയുന്നത്. ഇനി എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതേപോലെ ഇപ്പൊ കണ്ടുവരുന്ന ഡ്യൂറേഷൻ, അതായത് എക്സാം പാറ്റേൺ എന്തൊക്കെയാണ്, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. MMBC 005 എന്ന് പറയുന്നത് 100 മാർക്കിനാണ് എക്സാം വരുന്നത്. 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്. യൂഷ്വലി 7 to 8 ക്വസ്റ്റ്യൻസ് വന്നിട്ട് അത് ഓരോ ക്വസ്റ്റ്യനും around 15 to 20 എന്നുള്ള രീതിക്കാണ് വരാറ്. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. ഇതിന് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഒരുവിധ എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം ഷോർട്ട് നോട്ട്സിന്റെ ആ ഒരു ക്വസ്റ്റിന്റെ ഏരിയയിൽ നിന്ന് 50 to 20 മാർക്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈസി സ്കോറിംഗ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ആ ഒരു പോർഷൻ പ്രിപ്പയർ ചെയ്യണം. കാൽക്കുലേറ്റർ അലൗഡ് ആണ് എന്നതുകൊണ്ട് നമുക്ക് ഫോർമുല അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോർമുല, സബ്സ്റ്റിറ്റ്യൂഷൻ, ഫൈനൽ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ കോറിലേഷന്റെ ഒരു പ്രോബ്ലം വന്നു എന്ന് വെക്കാം. അപ്പൊ കോറിലേഷൻ ആൻസറിൽ ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പോരാ. പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഹൈ കോറിലേഷൻ ആണോ, വീക്ക് റിലേഷൻ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എഴുതും ചെയ്യണം. ആ ഇന്റർപ്രിട്ടേഷൻ മാർക്ക് ഉണ്ട്. അപ്പൊ ആ രീതിക്ക് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് 2 രീതിക്ക് വരാം. സെക്ഷൻ A+B, അതായത് 7 out of 10 പേപ്പേഴ്സിലും സെക്ഷൻ A+B എന്നുള്ള രീതിക്കാണ് വരാറ്. റയർ ആയിട്ടാണ് ഈ 7 ക്വസ്റ്റ്യൻ 5 യൂസ്ഡ് അങ്ങനത്തെ ആ ഒരു ഫോർമാറ്റിൽ വരിക. അപ്പൊ 2 രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലൂ പ്രിന്റ്, അതായത് ഇവിടെ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പേപ്പർ ജനറലി വരുന്നത് ഒരു മിക്സ് പാറ്റേൺ ആയിരിക്കും. അതായത് തിയറി ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഷോർട്ട് നോട്ട്സ്, ചില ഫോർമാറ്റിൽ മാത്രം കമ്പൾസറി ക്വസ്റ്റ്യൻസ്, ഈ ഒരു രീതിക്കാണ് വരാറ്. അപ്പൊ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യണം. അതായത് തിയറി മാത്രം പഠിക്കുക അല്ലെങ്കിൽ ന്യൂമറിക്കൽ മാത്രം പഠിക്കുക, ഇത് ചെയ്യരുത്. രണ്ടും പ്രോപ്പർ ആയിട്ട് പഠിക്കണം. നമുക്ക് അറിയില്ല ഏതാ കൂടുതലായിട്ട് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടും കൂടുതലായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. നൗ ഹൈ യീൽഡ് സിലബസ് മാപ്പ്, അതായത് നമ്മള് ഓവറോൾ ഉള്ള യൂണിറ്റ്സിനെ 3 ടയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈ യീൽഡ് അഥവാ 3 സ്റ്റാർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലും വരുന്ന ടോപ്പിക്സ് ആണ്. ഇവിടെയാണ് നമ്മൾ 50% ഓഫ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. നൗ 2 സ്റ്റാർ അഥവാ മീഡിയം യീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ്ലി വരുന്ന ടോപ്പിക്സ് ആണ്. സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. നൗ ലോ യീൽഡ് അഥവാ 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി വരുന്നതാണ്. ടൈം ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. അപ്പൊ 50% ഓഫ് ടൈം നമ്മൾ കൊടുക്കേണ്ടത് ഹൈ യീൽഡ്, 30% ഓഫ് ടൈം മീഡിയം യീൽഡ്, 20% ഓഫ് ടൈം ലോ യീൽഡ് എന്നുള്ള രീതിയിൽ വേണം താക്കാൻ. അതായത് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഫുൾ ബുക്ക് സ്റ്റാർട്ട് ടു എൻഡ് പഠിച്ചു പോവാ എന്ന് പറയുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചില സമയത്ത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ് നമ്മൾ ആ കാര്യത്തിൽ ചെയ്യുന്നത്. എക്സാം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും
ഹൈൽഡ് ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് പ്രകാരം അപ്പൊ 3 സ്റ്റാർ യൂണിറ്റ്സ് വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനസ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് മെത്തേഡ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, കോറിലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് 3 സ്റ്റാർ വരുന്നത്. ഇനി 2 സ്റ്റാർ വരുമ്പോഴോ ടൈം സീരീസ്, റിഗ്രഷൻ, ബിസിനസ് ഫോർകാസ്റ്റിംഗ്, then decision theory, basic concepts of probability, presentation of data, collection of data. ഇതൊക്കെ 2 സ്റ്റാർ ആണ്. 1 സ്റ്റാറിൽ വരുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ടെസ്റ്റ്, ഇത്രയാണ് 1 സ്റ്റാറിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 3 സ്റ്റാറിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പൊ ഫ്രീക്വൻസി നോക്കുമ്പോൾ അറിയാം 3 സ്റ്റാറിൽ ഏകദേശം 9-10 ഫ്രീക്വൻസിയിലൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത്ര അധികം റിപ്പീറ്റ് ചെയ്തിട്ട് അത് വന്നിട്ടുണ്ട്. നൗ നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് പോവാം. അതിന് മുന്നേ ഏതൊക്കെ യൂണിറ്റിനാണ് ടോട്ടൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത് വെച്ചാൽ കോറിലേഷൻ, സാമ്പിളിംഗ് മെത്തേഡ്, അതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അവരോ 9-8 ടൈംസ് ആണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് പോവാം. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസും അത് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി റിപ്പീറ്റഡ് ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സെൻട്രൽ ടെൻഡൻസി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡാറ്റയുടെ സെന്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് ഇതാക്കുന്നത്. അതിന്റെ മെയിൻ മെഷേഴ്സ് ആണ് മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ്, ഡിസൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമാറ്റിക് മീൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ദെൻ മീൻ ബൈ ഷോർട്ട് കട്ട് മെത്തേഡ്, മീഡിയൻ ഫ്രം ഗ്രൂപ്പ്ഡ് ഡാറ്റ, Q1, Q3, D9 കാൽക്കുലേഷൻ ഒക്കെ. അപ്പൊ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. അപ്പൊ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പോപ്പുലർ ആയത്? കുറച്ചും കൂടി ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യും. അതേപോലെ അൽജിബ്രിക് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്, കമ്പാരിസൺ ഈസിയാണ്. പക്ഷെ അതിനും ലിമിറ്റേഷൻ ഉണ്ട്, എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മീഡിയൻ ഫ്രം ഗ്രൂപ്പ് ഡാറ്റ. ഈ ഗ്രൂപ്പ് ഡാറ്റ കാൽക്കുലേഷൻ എക്സാമില് കുറച്ചധികം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. അതിന്റെ ഫോർമുല എന്താ? മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF/F × H. ഇപ്പൊ ഇതിൽ L എന്താണ്, CF എന്താണ്, F എന്താണ്, H എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മെയിൻ എന്ന് പറയുന്നത്. അതേപോലെ ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ചെയ്യും കൂടി വേണം. ഇതിന്റെയൊക്കെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതേപോലെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലേൺ വൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. നൗ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് സോൾജറിന്റെ ഹൈറ്റ് പ്രോബ്ലം, അതേപോലെ ബാറ്ററി ഗ്യാരണ്ടി പ്രോബ്ലം, ബൾബ് ലൈഫ് എക്സ്പോണൻഷ്യൽ പ്രോബ്ലം, അതേപോലെ അക്കൗണ്ട് ബാലൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെൽ ഷേപ്ഡ് കർവ് ആണ്, മീൻ സെൻട്രലിൽ വരും. അതിൽ സെറ്റ് സ്ക്വയർ ഫോർമുല എന്താ? Z ഈസ് ഈക്വൽ ടു X മൈനസ് മീൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ മോർ ദാൻ അതേപോലെ ലെസ് ദാൻ ബിറ്റ്വീൻ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാറ്ററി ഗ്യാരണ്ടി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കമ്പനി 24 മാസത്തെ ഗ്യാരണ്ടി നമുക്ക് തന്നു. മീൻ ലൈഫ് എന്ന് പറയുന്നത് 33 മന്ത്സ് ആണ്. SD എന്ന് പറയുന്നത് 4 മന്ത്സ് ആണ്. അപ്പൊ 24 മന്ത്സിന് മുമ്പേ ഫെയിൽ ചെയ്യുന്ന ബാറ്ററീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ്ലി വെയിറ്റിംഗ് ടൈം, ലൈഫ് ഡ്യൂറേഷൻ പ്രോബ്ലംസ് ഇതിലൊക്കെയാണ് അത് വരുന്നത്. ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇതിലെ ഏറ്റവും മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക്സ് ആണ് കോയിൻ ടോക്സ്ഡ് 6 ടൈംസ്, അതേപോലെ അറ്റ്ലീസ്റ്റ് 4 പാസ്ഡ്. ഇപ്പൊ 40% ഫെയിലേഴ്സ് ആണ് വന്നത്. അപ്പൊ 6ൽ 4 പേര് ഇങ്ങനെ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി, അതേപോലെ ബെർണോളി പ്രോസസ്സ്, കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ബയാസ്ഡ് കോയിൻസ്. ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈച്ച് ട്രയൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലർ ആണ്, പിന്നെ പ്രോബബിലിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതുപോലെ ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്ന് പറയുന്നത് P of X equal to R is equal to NCR
P raised to R, Q raised to N minus R. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലർ. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അതിന്റെ മുകളിലേക്ക്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അതിന്റെ ബിലോ. ഈ ഒരു കാര്യം വളരെയധികം കറക്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ അതിന്റെ മുകളിലോട്ടും, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അതിന്റെ താഴോട്ടും. ഇതാണ് അതിൽ അർത്ഥാക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്ന അത് ഈ ഒരു വേർഡിങ്ങിലാണ്. ഫോർമുല ഒക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവും, പക്ഷെ ഈ ഒരു അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റിലാണ് കൂടുതൽ കേസിലും മിസ്റ്റേക്സ് വരാറുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നൗ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നൾ ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, സെറ്റ് ടെസ്റ്റ് ഫോർ 1 മീൻസ്, സെറ്റ് ടെസ്റ്റ് ഫോർ 2 മീൻസ്, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്പോർഷൻസ് ഒക്കെ. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസംഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ സാമ്പിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് പോപ്പുലേഷൻസിനെ കുറിച്ച് കൺക്ലൂഷൻ എടുക്കും. അതിൽ 2 ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ H0 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല, ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നതാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, എഫക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെറ്റ് ടെസ്റ്റ് ഫോർമുല 1 മീന്റെ വരുന്നത് സെഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് n എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നമ്മൾ H0യും H1ഉം നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സ്റ്റേറ്റ് ചെയ്യണം. സിഗ്നിഫിക്കൻസ് ലെവൽ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. സെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടേബിൾ വാല്യൂ വെച്ച് കമ്പയർ ചെയ്തതിന് ശേഷം നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് ഇതാക്കിയതിനു ശേഷം കൺക്ലൂഷൻ കൊടുക്കണം. ഈ കൺക്ലൂഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആൻസർ ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ എപ്പോഴും കൺക്ലൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നൗ വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് യൂണിറ്റ് ആണ്. ഇതിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് ഒക്കെ. റോ ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, യൂസ്ഫുൾ അല്ല. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരു മീനിങ് ഫോമിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽസ് ആൻഡ് ഫ്രീക്വൻസി ഫോർമാറ്റിൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഓഗീവ്, ബാർ ഡയഗ്രാം പോലെയുള്ളത്. ഇങ്ങനത്തെ ഗ്രാഫ്സ് ആണ് അതിന് ഇതാക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഈസി മാർക്ക് ഏരിയ ആണ്. കാരണം എക്സാമ്പിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്കോർ കിട്ടാൻ ഈസിയാണ്. അപ്പൊ ഈ ടോപ്പിക്സ് ഒന്നും അങ്ങനെ വിട്ടുപോകാതെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോബബിലിറ്റി. ഈ ഒരു ഏരിയയിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി തിയറി അപ്രോച്ചസ്, അതേപോലെ റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഐദർ ഓർ പ്രോബബിലിറ്റി പ്രോബ്ലം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഇവന്റ് നടക്കാനുള്ള ഒരു ചാൻസ്, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഡിഫറെന്റ് അപ്രോച്ചസ് വരുന്നത് ക്ലാസിക്കൽ അപ്രോച്ച്, റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്, സബ്ജക്റ്റീവ് അപ്രോച്ച്, ആക്സിയോമാറ്റിക് അപ്രോച്ച്, ഇതൊക്കെയാണ് ഇതിൽ ഡിഫറെന്റ് അപ്രോച്ചസ് വരുന്നത്. അപ്പോൾ ഐദർ ഓർ ടൈപ്പ് പ്രോബ്ലംസിന്റെ ഫോർമുല വരുന്നത് P of A union B is equal to P of A plus P of B minus P of A intersection B. അപ്പൊ ഇതില് എക്സാമ്പിളില് നമ്മള് അപ്ലിക്കൻ പ്രോബ്ലമില് ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്, ആ ഒരു ഡിഗ്രി, ആ ഒരു വർക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, if the probability that a job applicant has a post graduate degree is 0.30, work experience 0.70 and both 0.20 out of 300 applicants, how many would have a degree or experience? ഈ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. P of A union B is equal to P of A plus P of B minus P of A intersection B. ഇനി
ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറിന്ന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൺസെപ്റ്റ് ഓഫ് ഡിസിഷൻ തിയറി, ക്രൈറ്റീരിയ അണ്ടർ അൺസർട്ടിനിറ്റി, ഡിസിഷൻ ട്രീ അപ്രോച്ച് തുടങ്ങിയത്. അതായത് ഡിസിഷൻ ട്രീ എന്നുകൊണ്ട് അർത്ഥാക്കുന്നത് അൺസർട്ടൈൻ സിറ്റുവേഷൻസിൽ ബെസ്റ്റ് ഡിസിഷൻ ചൂസ് ചെയ്യാനുള്ള മെത്തേഡാണ്. അതായത് പ്രോബബിലിറ്റീസ് നമുക്ക് അറിയാത്ത കേസിൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർസ്റ്റ് കേസിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാക്സിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പോസിബിൾ ഗെയിൻ നോക്കുന്നതാണ്. മിനിമാക്സ് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രറ്റ് മിനിമം ആക്കും. ഹേർട്ട്സ്ബീസ് ക്രൈറ്റീരിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം ബാലൻസ് ചെയ്യും. ഇതാണ് അതിൽ വരുന്നത്. ഡിസിഷൻ ട്രീ വിഷ്വൽ മെത്തേഡാണ് നമ്മൾ ഇതാക്കുക. ഓപ്ഷൻസ്, ഔട്ട്കംസ്, പ്രോബബിലിറ്റീസ്, പേ ഓഫ്സ് അങ്ങനെ എല്ലാം ട്രീ ഫോർമാറ്റിൽ നമ്മൾ കാണിക്കും. ഇനി സാമ്പിളിംഗ് മെത്തേഡ്സ്. സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹൈ സ്കോറിംഗ് തിയറി യൂണിറ്റ് ആണ്. അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, റീസൺസ് ഫോർ സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഒക്കെയാണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോപ്പുലേഷൻ ഫുള്ള് സ്റ്റഡി ചെയ്യാതെ അതിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് പാർട്ട് സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ടൈം സേവ് ചെയ്യും, അതേപോലെ കോസ്റ്റ് കുറയും, ലാർജ് പോപ്പുലേഷൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്. ചില സമയത്ത് സെൻസസ് നമുക്ക് ഇമ്പോസിബിൾ ആവും. അപ്പോൾ ആ സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ് സിമ്പിൾ, റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ അകത്ത് വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസും കൂടി കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോറിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ്, സ്പിയർമാൻ റാങ്ക് കോഎഫിഷ്യന്റ്, ടൈപ്സ് ഓഫ് കോറിലേഷൻ തുടങ്ങിയത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ, പെർഫെക്റ്റ് കോറിലേഷൻ എന്നൊക്കെ വരുന്നത്. നൗ കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒബ്സർവേഷൻ മെത്തേഡ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഡാറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഒബ്സർവേഷൻ മെത്തേഡിൽ റിസർച്ചർ ഡയറക്ടറി ഒബ്സർവ് ചെയ്യും. ദെൻ ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടൻസിന് കൊടുത്തിട്ട് അവരുടെ ആൻസർ ചെയ്യുന്ന രീതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി തിയറി ഏരിയയാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇനി രണ്ട് പ്രെഡിക്റ്റീവ് സെറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെറ്റ് പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബബിലിറ്റി പേപ്പർ. ഹൈ പ്രോബബിലിറ്റി പേപ്പറിൽ എന്താന്ന് വെച്ചാൽ മെയിൻ എക്സാം ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, കാൾ പിയേഴ്സൺ കോറിലേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടൈം സീരീസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതേപോലെ ഷോർട്ട് നോട്ട്സ്, ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, സെറ്റ് ടെസ്റ്റ്, ഇങ്ങനെ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഈസി ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. സാമ്പിളിങ്ങും ഷോർട്ട് നോട്ട്സ് ഒക്കെ കുറച്ചും കൂടി ഈസി തിയറി മാർക്സ് ആണ്. ദെൻ കോറിലേഷൻ, ബൈനോമിയൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ന്യൂമറിക്കൽസ് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കിട്ടുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അറിയുന്ന ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഇതാക്കാം. ദെൻ ഇതില് Q7 കമ്പൾസറി ടൈപ്പ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കമ്പൾസറി ടൈപ്പ് ആണ്. ഫോർമുല കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. Q8 സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ആണ്. ഫൈനൽ കൺക്ലൂഷൻ അതിൽ കമ്പൾസറി ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള കമ്പൾസറി ക്വസ്റ്റ്യൻ എന്തായാലും എഴുതാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നൗ പ്രാക്ടീസ് സെറ്റ് ബി എന്ന് പറയുന്നത് സർപ്രൈസ് റെഡി പേപ്പർ ആണ്. അതായത് ഇതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മീഡിയൻ, Q1, Q3, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, റിജക്ഷൻ പ്രോബ്ലം, സ്മിയർമാൻ റാങ്ക് കോറിലേഷൻ, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ തിയറി, സെറ്റ് ടെസ്റ്റ്, ഷോർട്ട് നോട്ട്സ്. അപ്പൊ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ന്യൂമറിക്കൽ പ്ലസ് തിയറി മിക്സ്, ഒരു ബാലൻസ് പേപ്പർ ആണ്. ഇതില് സെൻട്രൽ ടെൻഡൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഡിസിഷൻ തിയറി, തിയറി ബേസ്ഡ് ആൻസർ ആണ്. ഷോർട്ട് നോട്ട്സ് ഒരു ഗ്യാരണ്ടീഡ് സ്കോറിംഗ് ഏരിയ ആണ്. നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഏരിയ ആണ്. സോ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 8 to 10 ടോപ്പിക്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. ഏത് ടോപ്പിക് എന്നാണ് ഷോർട്ട് നോട്ട്സ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നൗ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്. എക്സാമിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് നോളേജ് മാത്രം പോരാ, പ്രസന്റേഷനും വളരെയധികം മാറ്റർ ചെയ്യുന്നുണ്ട്.
ഒരു കറക്റ്റ് ആൻസർ നമ്മൾ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ആവറേജ് കണ്ടന്റ് ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരു നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്ക് ആ ഒരു ഫ്രെയിംവർക്കിൽ വേണം എഴുതാൻ. ഇപ്പൊ 20 മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതായത് 2 to 3 സെന്റൻസിന്റെ അകത്ത് കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ബോഡിയുടെ അകത്ത് 4 to 6 പോയിന്റ്സ്, ഓരോ പോയിന്റും പ്രോപ്പർ ആയിട്ട് ഹെഡിങ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ വെച്ച് അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കൺക്ലൂഷന്റെ അവിടെ 2 to 3 സെന്റൻസസ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മാനേജറിയൽ റിലവൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് എഴുതുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആൻസർ സ്ട്രക്ചറിൽ സാമ്പിളിംഗ് എന്താണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അഡ്വാൻറ്റേജസ്, എക്സാമ്പിൾ, കൺക്ലൂഷൻ ഇതൊക്കെ കൊടുത്തിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലാണ് നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. ഇപ്പൊ എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്കസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ തിയറി ബേസ്ഡ് ആൻസേഴ്സ് വരുന്ന സമയത്ത് ഡിഫൈൻ ദി തിയറി ക്ലിയർലി എന്ന് പറഞ്ഞാൽ ആര്, എപ്പോ, എങ്ങനെ, എന്ത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതണം. ദെൻ എക്സ്പ്ലെയിൻ 4 കമ്പോണൻസ് ഓർ സ്റ്റേജസ് യൂസിങ് SLM ടെർമിനോളജി. അതായത് SLM ടെർമിനോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ SLM ഉണ്ടല്ലോ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ വേർഡിങ്സ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ്, ക്രിറ്റിസിസംസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എഴുതണം. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ. ഈ ഡിസ്കസും എക്സ്പ്ലെയിനും സെയിം അല്ല. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ മീനിങ്, അതേപോലെ കമ്പോണൻസ്, എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം എഴുതാൻ. ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കണം. അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, പ്രാക്ടിക്കൽ റെലവൻസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഡെഫിനിഷൻ, മെയിൻ കമ്പോണൻസ്, മാനേജർ ആപ്ലിക്കേഷൻ, ലിമിറ്റേഷൻ, മോഡേൺ റിലവൻസ് എല്ലാം കൊടുത്തോണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദിസ് മെത്തേഡ് ഈസ് ഓൾവേസ് ബെസ്റ്റ് എന്ന് എഴുതരുത്. അല്ലെങ്കിൽ അതായത് നമ്മൾ കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഈ ഒരു മെത്തേഡ് ഏത് കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ടൈം മാനേജ്മെന്റ്. 3 hours എക്സാമില് ടൈം സ്പ്ലിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 5 മിനിറ്റ് പേപ്പർ ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട് ഏതാണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കാം. ഓരോ 30 മിനിറ്റ്, ഓരോ ക്വസ്റ്റ്യനും 30 മിനിറ്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് 6 മിനിറ്റ് ഓരോ ആൻസറും റിവ്യൂ ആണ്ടി വെക്കുക. ലാസ്റ്റ് 15 മിനിറ്റ് ഫൈനൽ റിവ്യൂ, എല്ലാ ആൻസേഴ്സും പ്രോപ്പർ ആണോ എന്നുള്ളത് കറക്റ്റ് നോക്കുക. 100 മാർക്കിന്റെ പേപ്പറാണ്. അപ്പൊ ലോങ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 50 മിനിറ്റ് ഒക്കെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പേപ്പർ നമുക്ക് എഴുതാനേ പറ്റില്ല. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ്. 400 അല്ലെങ്കിൽ 500 വേർഡ് പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആൻസർ കൊടുക്കുന്നതാണ് എപ്പോഴും 800 വേർഡ് വെറുതെ റാൻഡം ആയിട്ട് എഴുതുന്നതിനേക്കാൾ നല്ലത്. അപ്പോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഫോർമുല, സബ്സ്റ്റിറ്റ്യൂഷൻ, കാൽക്കുലേഷൻ, ഫൈനൽ ആൻസർ, ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഈ ഒരു ഇതില് നമ്മുടെ ലേൺ വൈസിന്റെ അകത്ത് ഈ പ്രാക്ടീസ് സെറ്റ് എയുടെയും ബിയുടെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റെക്കോർഡിംഗ് ക്ലാസ്സസ്, അത് കഴിഞ്ഞ് ലൈവ് സെക്ഷൻസ്, അതേപോലെ തന്നെ ഇപ്പോൾ എക്സാംസിന് മുന്നേ ആയിട്ട് മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. ഒരു മെന്റർഷിപ്പിന്റെ അണ്ടറിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ത്രൂ ഔട്ട് മെന്റർ ഡൗട്ട് ക്ലിയറൻസിനും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ ബാക്കി ഐ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലേൺ വൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൗട്ട്സോ കാര്യങ്ങളോ ലേൺ വൈസിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 7592939616. അപ്പോൾ ലേൺ വൈസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും എങ്ങനെ ആൻസർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. നൗ ഈ ഒരു പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് നിൽക്കരുത്. വർക്ക്ഡ് ആൻസേഴ്സ് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എക്സ്പെഷ്യലി ന്യൂമറിക്കൽ സബ്ജക്ട്സിൽ ഇപ്പോൾ ഫൈനൽ ആൻസേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം പഠിക്കില്ല. സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടീം.
ഇതിൽ MMPC 005 പാസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 3, 7, 14 കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. 6 ആൻഡ് ലെവലിലെ ന്യൂമറിക്കൽ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ യൂണിറ്റ് 9 സാമ്പിളിംഗ് തിയറി പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഷോർട്ട് നോട്ട്സ് ഒരു 10 ടോപ്പിക്കിന്റെ എങ്കിലും മെമ്മറൈസ് ചെയ്യുക. ദെൻ ഒരു ഫുൾ മോക്ക് പേപ്പർ എങ്കിലും 2 എണ്ണം ഞാൻ പറയുന്നത് ടൈമിനനുസരിച്ച് ഫുള്ള് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോറിലേഷൻ, സെൻട്രൽ ടെൻഡൻസി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഷോർട്ട് നോട്ട്സ് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് എക്സാമിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹൈ യീൽഡ് ടോപ്പിക്സ് ആദ്യം കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും എക്സാമിന് ഇതാക്കാം. സോ ലേണേഴ്സ്, MMPC 005 എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അല്ല. നമുക്ക് കെയർലെസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പേപ്പറിൽ നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആണ്. പക്ഷെ കാൽക്കുലേഷൻ ലോജിക്ക് ക്ലിയർ ആയിരിക്കണം. അതായത് ഇപ്പോ എന്ത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. തിയറി ബേസ്ഡ് ആൻസേഴ്സ് വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വേണം എഴുതാൻ. മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയാസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കോറിലേഷൻ, സെൻട്രൽ ടെൻഡൻസി, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, സാമ്പിളിംഗ് ഇതൊക്കെ സ്ട്രോങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ദെൻ എക്സാം ഹോളിൽ പാനിക് ആവണ്ട. ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഫോർമുല കറക്റ്റ് ആയിട്ട് എഴുതുക. ഫൈനൽ ആൻസർ ഇന്റർപ്രറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഷോർട്ട് നോട്ട്സിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പൊ അതെന്തായാലും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നോക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. MMPC 005 നല്ല രീതിക്ക് തന്നെ എഴുതുക. ബാക്കി എല്ലാ എക്സാംസും അതേപോലെ തന്നെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.